ജസ്റ്റിസ്, നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീറ്റ് ജേർണിയിലെ ഏറ്റവും വലിയൊരു പുതിയൊരു അധ്യായം നാളെ തുടങ്ങുകയാണ് അല്ലേ? അതെ, ജനുവരി 22 എന്ന് പറയുന്നത് ഈ വർഷത്തെ നീറ്റ് എഴുതാൻ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം ഒരാദ്യമായിട്ടൊരു യൂണിറ്റ് എക്സാം മോഡലായിട്ട് 3 മണിക്കൂർ എക്സാം ആയിട്ട് എക്സാം ഹാളിൽ ഇരുന്ന് അവർ എഴുതാൻ പോവുകയാണ്. മാത്രമല്ല സാർ, ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എത്ര നമ്മൾ പഠിച്ചു വെച്ചാലും അതൊരു പരീക്ഷയിൽ കൂടെ എഴുതി പരിശീലിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വിജയിക്കാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് പഠിച്ചത് എത്രത്തോളമാണ്, എന്തൊക്കെയാണ് അവരുടെ കുറവുകൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മോഡൽ എക്സാം കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ മോഡൽ എക്സാം നടത്തുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ എൻ്റെ ഫാമിലി, അത് പ്രൊഫസേഴ്സും അധ്യാപകരും കോർഡിനേറ്റേഴ്സ് എല്ലാവരും കൂടെ കൂടി അത് കൃത്യസമയത്ത് തീർത്തിരിക്കുകയാണ്. അതിനുശേഷം അവര് വേണ്ടത്ര സ്റ്റഡി ലെവലും കിട്ടിയതിനു ശേഷമാണ് അവർ എക്സാം എഴുതാൻ പോകുന്നത്. തികഞ്ഞ കോൺഫിഡൻസോടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എക്സാമിന് അപ്രോച്ച് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് ഒരുപക്ഷെ ശ്രീനന്ദ് ശർമ്മലിനെ 1 കോടി രൂപ നേടി 720 മാർക്കും. അതെ, ആദ്യമായിട്ടാണ് ഒരു മലയാളി വിദ്യാർത്ഥി 720 നീറ്റിന് കരസ്ഥമാക്കിക്കൊണ്ട് 24 ലക്ഷം വിദ്യാർത്ഥികൾ ഒന്നാമനായിട്ട് വരുമ്പോ അത് ബ്രില്യൻ സ്റ്റഡീസിനും എൻ്റെ മലയാള സമൂഹത്തിനും അത് ചരിത്രപരമായ വസ്തുതയാണ്. അത് മാത്രമല്ല, അഭിമാനിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും സാർ, നമ്മുടെ എത്രത്തോളം സിസ്റ്റമാറ്റിക് ആണ്, നമ്മൾ ഈ എത്രത്തോളം എക്സ്പെരിമെന്റൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതിന്റെ തെളിവാണല്ലേ നമ്മുടെ പരീക്ഷകള്. ഒരുപക്ഷെ ഈ പുതിയ കുട്ടികൾക്ക് നാളെ തൊട്ട് അവര് അത് എക്സ്പീരിയൻസ് ചെയ്ത് പോവാ. അവർ ആ ശുഭാപ്തി വിശ്വാസത്തിലാണല്ലോ നാളെ മുതലുള്ള പരീക്ഷ എഴുതുന്നത്. കാരണം ശ്രീനന്ദ് ശർമ്മലിൽ ഉൾപ്പെടെ കഴിഞ്ഞ വർഷത്തെ അഖിലേന്ത്യാ തലത്തിൽ നടന്ന എക്സാമില് കേരളത്തിലെ ഓരോ മെഡിക്കൽ കോളേജ് എടുത്താലും, അല്ലെങ്കിൽ എയിംസ് ആകട്ടെ, ജിപ്മർ ആകട്ടെ, AFMC ആകട്ടെ, അതിലൊക്കെ മലയാളി വിദ്യാർത്ഥികളുടെ ഒരു ബഹുഭൂരിപക്ഷം മലയാള വിദ്യാർത്ഥികളാണ് ഓരോ കോളേജുകളിലും. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും 90% വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥികളാണ്. അപ്പൊ നമ്മൾ ഓരോ ക്യാമ്പസിൽ ടൂറിൽ ചെല്ലുമ്പോൾ അവിടെ അവർക്ക് ആ സ്വീകരണം നൽകുമ്പോൾ നമ്മൾ മനസ്സ് സന്തോഷിക്കുക. ആ ഒരു അടുത്ത ഘട്ടം, നമ്മൾ അടുത്ത വർഷത്തെ വീഡിയോ എടുക്കേണ്ടതിന്റെ പ്രാരംഭ പ്രവർത്തനമാണ് നാളെ നമ്മൾ തുടങ്ങുന്നത്. കാരണം അവർ ആ മോഡൽ എക്സാമിലൂടെയാണ് അതിനകത്ത് പഠിച്ചത്. അവര് സെൽഫ് അവയർനെസ് ആയിട്ടാണ് നമ്മൾ എക്സാം. നമ്മുടെ ഓരോ മോഡൽ എക്സാമും പല കുട്ടികളും, നമുക്ക് ഇത്രയും റിസൾട്ട് വരുന്ന പല കുട്ടികളും ആ സ്റ്റേജിൽ കയറി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മറ്റൊരു മോഡൽ എക്സാം ആയിരുന്നു അവരുടെ പബ്ലിക് എക്സാം എന്നാണ്. ഈ വർഷവും അത് തന്നെ നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്തും കൂടെ അതൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ? എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ 81 ചാപ്റ്ററുകൾ 11 യൂണിറ്റുകളായിട്ട് തിരിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ ലൂസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ഒരു ആവറേജ് ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിലൂടെ ഒരു സിമ്പിൾ ചാപ്റ്റർ ഉണ്ട്, ഒരു ടഫ് ചാപ്റ്റർ ഉണ്ടാവും. അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഇരുന്ന് തരംതിരിച്ച് ഓരോ യൂണിറ്റിലും എന്തൊക്കെ ചാപ്റ്റർ ഉൾപ്പെടുത്തണം, ഏതൊക്കെ ഉൾപ്പെടുത്തരുത്, അങ്ങനെ ഡിസ്കസ് ചെയ്തതിന്റെ ഫലമായിട്ട് അത് നമ്മുടെ കുട്ടികളോടും കൂടി ചോദിച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് മുൻ വർഷങ്ങളിലെ റിസൾട്ട് നേടിയ, ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥികളോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്ന തുല്യമായ ഷെഡ്യൂളാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ ഇത്തവണ കുട്ടികൾക്കായിട്ടും, അതായത് എൻ്റെ മലയാളി സമൂഹത്തിനായിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ +1 +2 81 ചാപ്റ്റേഴ്സിനെ 11 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് ജാനുവരി 22-ാം തീയതി മുതൽ ഫെബ്രുവരി 27-ാം തീയതി വരെ നമ്മൾ സിംഗിൾ യൂണിറ്റ് മോഡൽ എക്സാം ആയിട്ടാണ് കൊടുക്കുന്നത്. മാത്രമല്ല, നമുക്ക് അത്രയും ബൾക്ക് സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സൗകര്യാർത്ഥം അവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് എഴുതുന്നതിനും നമ്മുടെ ഏറ്റവും സയന്റിഫിക് ആയിട്ട് തന്നെ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ 2 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് 22 മുതൽ 27 വരെ 11 യൂണിറ്റുകൾ എഴുതുമ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് 23 മുതൽ 27 വരെ 11 യൂണിറ്റുകൾ എഴുതും. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാർ, എനിക്ക് തോന്നുന്നു ഇവർക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവർക്ക് സെക്കൻഡ് ഗ്രൂപ്പിനെയും ക്വസ്റ്റ്യൻ കിട്ടും, സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവർക്ക് അതെല്ലാം നമ്മുടെ ലേണിംഗ് ആപ്പ് ഉണ്ടല്ലോ. ആ ലേണിംഗ് ആപ്പിൽ തലേദിവസം പ്രിപ്പറേറ്ററി മോഡൽ ഉണ്ട്. എല്ലാ എക്സാമിന്റെയും തലേദിവസം അവർക്ക് പ്രിപ്പറേറ്ററി മോഡലുകളുണ്ട്. ആ പ്രിപ്പറേറ്ററി മോഡലിന് ശേഷം ഈ ഗ്രൂപ്പ് 1-കാരുടെ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് 2-ന് അവൈലബിൾ ആക്കും എക്സാമിന് ശേഷം. ഇനി ഗ്രൂപ്പ് 2-ന് എക്സാം നടക്കുന്ന ദിവസം അതിന്റെ വൈകുന്നേരം ആകുമ്പോഴത്തേന് അവർക്ക് ഗ്രൂപ്പ് 1-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആക്കും. അപ്പൊ ലിറ്ററലി പറഞ്ഞ 11 എക്സാം എഴുതുന്നു പറയുമ്പോൾ ഇവർ 22 എക്സാം പ്ലസ് ഈ ലേണിംഗ് ആപ്പിന്റെ പ്രിപ്പറേറ്ററി മോഡിലൂടെ അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകും. അത് മാത്രമല്ല, അതുകൊണ്ട് തീരുവല്ലോ, അതൊരു തുടക്കം മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കഴിയും. ആ ഫസ്റ്റ് റൗണ്ട് സിലബസിലൂടെ കുട്ടികളെല്ലാവരും പോകും. അപ്പൊ മിസ്സേ, നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിറ്റുകളെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. യൂണിറ്റ് 1 ഒരു എക്സാമ്പിൾ എടുത്താൽ ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ് വരുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഉണ്ട്, മോഷൻ സ്ട്രെയിറ്റ് ഉണ്ട്, മോഷൻ പ്ലെയിൻ ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യത്തിലധികം സമയം നമുക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 3 ചാപ്റ്ററിന്റെ കൂടെ പ്രാക്ടിക്കൽ ഫിസിക്സിലെ വെർനിയർ കാലിപ്പേഴ്സ്, അതുപോലെ തന്നെ സ്ക്രൂ ഗേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കെമിസ്ട്രിയിലേക്ക് വന്നാലോ, കെമിസ്ട്രിയിൽ സം ബേസിക് കോൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി,
അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം 2 ചാപ്റ്ററാണ് കെമിസ്ട്രിയിൽ നിന്നുള്ളത്. ബോട്ടണി വിഭാഗത്തിൽ നിന്ന് ബയോളജി ക്ലാസിഫിക്കേഷനും പ്ലാൻ കിങ്ഡവുമാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സുവോളജിയിൽ നിന്നാട്ടെ നോൺ കോഡാറ്റയും കോഡാറ്റയും. എത്ര സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല സർ, ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് ഇച്ചിരി ഒരു ഡിഫിക്കൽറ്റി തോന്നിയേക്കാവുന്ന കണ്ടന്റുള്ള ചാപ്റ്ററിന്റെ കൂടെ വരുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അവർക്ക് ഏറ്റവും നന്നായിട്ട് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കയറാൻ തക്കവണ്ണം ഉള്ള യൂണിറ്റുകളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് യൂണിറ്റ് 2ലേക്ക് പോയാലും ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറും ആണ് ഫിസിക്സിൽ. കെമിസ്ട്രിയിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അവിടെ കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ വരിക. ബോട്ടണി മോർഫോളജി ഓഫ് ഫ്ലോറിംഗ് പ്ലാന്റ്സ്, സുവോളജിയിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, മോർഫോളജി ഓഫ് ആനിമൽസ്. അതാണ് നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റ് 1 യൂണിറ്റ് 2 പോലെ തന്നെയാണ് ഈ 11 യൂണിറ്റുകളും. അപ്പോൾ നമ്മുടെ വിദഗ്ധരായ പ്രൊഫസർമാർ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ എക്സാമിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യത്തിനുള്ള സമയം ഇത് ഓൾറെഡി പ്രൂവൺ ആണ്. നമ്മൾ ഇത്രയും റിസൾട്ട് കൊണ്ട് നമ്മളിത് തെളിയിച്ച ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഇതിലൂടെ കടന്നുപോയി. സാറി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലുള്ള മലയാളികളിൽ 90-ലധികം പ്രാതിനിധ്യം നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന നമ്മുടെ മോഡൽ എക്സാംസ് ആണ്. എയിംസ് ആവട്ടെ, ജിപ്മർ ആവട്ടെ, FMC ആവട്ടെ, മലയാളികളുടെ ഒരു കടന്നു കയറ്റമാണ് ബുള്ളറ്റിൽ നിന്നുണ്ടായിരിക്കുന്നത്. അത് ശക്തമായിട്ടും കൃത്യമായിട്ടും പരീക്ഷ നടത്തിയത് കൊണ്ടാണ്. അപ്പൊ എല്ലാ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും വരും. സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷകളും നടത്തും, ആവറേജ് എക്സാമ്പിൾ നടത്തും, ഡിഫിക്കൽട്ട് എക്സാമ്പിൾ നടത്തും, വീണ്ടും സിമ്പിൾ നടത്തും. മാത്രമല്ല സാർ, ഇതിൽ ഞാൻ മനസ്സിലാക്കിയ വേറെയും ഒരു കാര്യം, ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ പൊസിഷൻ എവിടെയാണെന്ന് നമ്മുടെ മോഡൽ എക്സാം എഴുതുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് അവർ കുറവുകൾ തിരുത്തി കുറച്ചുകൂടെ മുകളിലേക്ക് അവർക്ക് പോകാം. 24 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ എക്സാമിന് ശേഷം വളരെ കോൺഫിഡൻസോടെ എക്സാം എഴുതും. എന്ന് പറഞ്ഞാൽ നീറ്റ് എക്സാം എങ്ങനെയാണോ അവർ അപ്പിയർ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ക്ലാസ്സിൽ ക്ലോക്കുകളുണ്ട്, എല്ലാ ക്രമീകരണങ്ങളുണ്ട്, കൃത്യമായിട്ട് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് അവരെ മെയ് മാസത്തിൽ നടക്കുന്ന നീറ്റ് എക്സാമിന് എങ്ങനെയാണോ ആ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യേണ്ടത് അതേ രീതിയിൽ, അതേ മാനസിക നിലയിലേക്ക് കുട്ടികളെ എത്തിച്ച് ശക്തമായ കരുതലോടെ മുന്നേറുന്ന ഒരു എക്സാം ഷെഡ്യൂളാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും സർ, എനിക്ക് തോന്നുന്നു നമുക്ക് കോമ്പിനേഷൻ മോഡൽസിനെ കുറിച്ചുകൂടെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. അവരെ കുറച്ചുകൂടെ ഈഗർ ആയിട്ട് ഇപ്പൊ കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഈ യൂണിറ്റ് എക്സാമുകളിലൂടെ മാത്രം ഒരു കുട്ടി അത് പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കിയല്ല. ഇപ്പൊ യൂണിറ്റ് 1 തന്നെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാൻ മിച്ചമുണ്ടാവും. ആ ബാലൻസ് കിടക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്ന അതൊരു കുട്ടികൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ബാലൻസ് എന്ത് മാത്രം ഉണ്ടെന്നുള്ളത്. ആ ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ അതിന്റെ കോമ്പിനേഷൻ വരും. യൂണിറ്റ് 1 2 കൂടെയുള്ള കോമ്പിനേഷൻസ്. മാത്രമല്ല സാർ, ഈ കോമ്പിനേഷൻ വരുമ്പോഴുള്ള ഒരു ഗുണം ചില ചാപ്റ്റേഴ്സുകൾ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഒരു യൂണിറ്റിൽ വന്നില്ലെങ്കിൽ പോലും ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കോമ്പിനേഷനിൽ അവർക്ക് എഴുതി പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യൂണിറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കോമ്പിനേഷൻ യൂണിറ്റുകൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കോമ്പിനേഷനോട് കഴിയുമ്പോൾ പിള്ളേർ 2ാമത്തെ റൗണ്ടാണ് ഈ സിലബസ് കവർ ചെയ്യുക. അപ്പൊ അങ്ങനെ എത്ര റൗണ്ട് കവർ ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സാമുകൾ എഴുതിക്കുന്ന സ്ഥാപനമാണ് ബ്രില്യന്റ്. തീർച്ചയായിട്ടും സർ, അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ തന്നെ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്ക് കഴിഞ്ഞും ഒരു 2 ആഴ്ച മുമ്പ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനും 2 ആഴ്ച മുമ്പ് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ തീർത്തു, കൃത്യമായിട്ട് തീർത്തു. എല്ലാ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികളും കാണും ഈ വർഷം. അതെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇനിയൊരു റിസൾട്ട് ഇതിനപ്പുറം പോകാനില്ല. കാരണം 720 അപ്പുറം ഒരു റിസൾട്ട് ഇല്ല എങ്കിൽ പോലും നമ്പർ ഓഫ് 720 വാങ്ങിക്കുന്ന കുട്ടികൾ ഈ വർഷം അതിലും കൂടുതലാകാനാണ് സാധ്യത. അത് മാത്രമല്ല, എക്സാമുകൾ എഴുതി വരുമ്പോൾ 118ഓളം മോഡൽ എക്സാമുകളാണ് ഈ കുട്ടികൾ എഴുതുന്നത്. അപ്പൊ അത്രയധികം എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ മുമ്പിലേക്കാണ് അതായത് 180 ക്വസ്റ്റ്യൻസ് 3 മണിക്കൂറിൽ എഴുതി തരാനായിട്ട് പറഞ്ഞ് NDAയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അവർ 1000 ക്വസ്റ്റ്യനിൽ 1-2 ക്വസ്റ്റ്യൻ അവർ സെലക്ട് ചെയ്യുന്നു. അതെ. അവർ ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് ഈ 180 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻ കിടുമ്പോൾ അതിൽ നിന്ന് 180 ക്വസ്റ്റ്യൻ അവർക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. സാറേ, അതുകൊണ്ടായിരിക്കും വേറെ കോഴ്സുകളുടെ ഭാഗമായ കുട്ടികൾ പോലും നമ്മുടെ ഈ ഒരു മോഡൽ എക്സാം എഴുതാൻ വേണ്ടി BTSന്റെ ഒക്കെ ഭാഗമായിട്ട് എത്രയോ കുട്ടികളാണ് ജോയിൻ ചെയ്യുന്നത്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് BTS എന്ന് പറയുമ്പോഴത്തേന് BTS 2 രീതിയിൽ പ്രസിദ്ധമാണ്. ഒന്ന് കൊറിയൻ ബാൻഡ്, 2 ബുഡ്ലൻഡ് ടെസ്റ്റ് സീരീസ്. ഇത് രണ്ടും അത് ഇന്ന് ലോക പ്രശസ്തമാണ്. കാരണം ഇന്ന് മലയാളികൾ കടന്നു ചെല്ലാത്ത രാജ്യങ്ങളില്ല. ഏത് രാജ്യങ്ങളിലിരുന്നും ബ്രില്യന്റ് ടെസ്റ്റ് സീരീസിൽ അറ്റൻഡ് ചെയ്യാം. അപ്പം അവർ ഈ യൂണിറ്റ് ടെസ്റ്റുകൾ നാളെ ബ്രില്യന്റ് ടെസ്റ്റ് സീരീസിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ടെസ്റ്റ് സീരീസ് ആർക്കെങ്കിലും ബ്രില്യന്റിന്റെ സ്റ്റുഡന്റ് ആയില്ല എന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ അതോടെ തീർക്കും. കാരണം ബ്രില്യന്റ് സ്റ്റുഡൻസിന്റെ ഒപ്പമാണ് അവർ ഈ ബ്രില്യന്റ് ടെസ്റ്റ് സീരീസിലൂടെ മോഡൽ എക്സാം. ഏത് കോണിൽ നിന്നും ബ്രില്യന്റിലെ സ്റ്റുഡന്റ് ആകാം. അത് നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് സീരീസിന്റെ ഒരു പ്രത്യേകതയാണ്. ശരി, നമുക്ക് കോമ്പിനേഷനെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താലോ സാർ, എങ്ങനെയാണ് കോമ്പിനേഷൻ പോകുന്നതെന്ന്? ഓക്കെ. ഈ യൂണിറ്റ് എക്സാമുകൾ കൂടാതെ അതിന്റെ 2ാം ഘട്ടം എന്ന് പറയുന്ന നമ്മുടെ ഈ യൂണിറ്റ് കോമ്പിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 3-ാം തീയതിയാണ്.
മാർച്ച് 3 മുതൽ മാർച്ച് 20 വരെയുള്ള ദിവസങ്ങളിലായിട്ട് 6 സെറ്റ് കോമ്പിനേഷൻ എക്സാമുകൾ നടക്കും. ഈ 6 സെറ്റ് കോമ്പിനേഷനാണ് രണ്ടാമത്തെ റൗണ്ടായിട്ട് നമ്മൾ നടത്തുക. അപ്പൊ 2 റൗണ്ട് നമ്മൾ എൻ്റെ സിലബസ് കവർ ചെയ്യും. സോ പിന്നെ ഈ കോമ്പിനേഷൻ മോഡൽസ് എന്ന് പറയുമ്പോൾ പിന്നെയും ഇവർക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതോടെ ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നു. യൂണിറ്റ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് പറഞ്ഞുതരാം. കോമ്പിനേഷൻ മോഡലിൽ ആദ്യം രണ്ട് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 1-ന് യൂണിറ്റ് 7, 8, 9 ഒരുമിച്ചാണ് പരീക്ഷ വരുന്നത്. ഗ്രൂപ്പ് 2-ന് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ഒരുമിച്ചാണ് കോമ്പിനേഷൻ മോഡൽ വരുന്നത്. അവിടെയും സാർ കൃത്യമായിട്ട് ഓരോ യൂണിറ്റിലും വരുന്ന ചാപ്റ്റേഴ്സിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, അതിന്റെ ഒരു ഈസിനെസ് ആൻഡ് ഡിഫിക്കൽട്ടി നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ കോമ്പിനേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആ കുട്ടികളെ കോമ്പിനേഷനും കൂടെ എഴുതുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ഇരട്ടിയാകുക. കാരണം 2ാം ഘട്ടം കഴിയുകയാണ്. അപ്പോൾ അവിടെ തീരുകയല്ല. എന്നാൽ തൊട്ട് അടുത്ത 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഓൾ യൂണിറ്റ് എക്സാമുകൾ വരികയാണ്. ബ്രില്യൻ്റ് ഓൾ യൂണിറ്റ് എക്സാം എന്ന് പറയുമ്പോഴത്തേന് എല്ലാം പഠിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം കുട്ടികൾ എഴുതുന്ന പരീക്ഷകളാണ്. അപ്പൊ അത്രയും ആത്മവിശ്വാസത്തോടെ 2 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞു. അതായത് യഥാർത്ഥത്തിൽ 2ാം ഘട്ടം അല്ല, ഇതിനു മുമ്പ് ഒരു എൻ്റെ സിലബസ് വീക്കിലി എക്സാമിലൂടെ കൃത്യമായിട്ട് കുട്ടികളെ എക്സാം കവർ ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ഘട്ടമായിരുന്നു യൂണിറ്റ് വൈസ് എക്സാമുകൾ. അത് കഴിഞ്ഞ് 3ാം ഘട്ടത്തിൽ കവർ ചെയ്തതിന് ശേഷമാണ് കോമ്പിനേഷൻസ് എഴുതുന്നത്. അപ്പൊ അതിനുശേഷം ഓരോ യൂണിറ്റും പിന്നീട് അടുത്ത റിവിഷനാണ്. കാരണം ഇവർ ഈ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഷോർട്ട് നോട്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം എടുത്ത് പഠിച്ച് ഓരോ ദിവസവും നമ്മൾ ഓരോ ഫുൾ യൂണിറ്റ് എക്സാം എഴുതുമ്പോഴത്തേനാണ് കൃത്യമായിട്ട് നീറ്റിന്റെ പാറ്റേണിൽ അതേ രീതിയിൽ ഫോൺ സൈസ് പോലും നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കണ്ണും അതുമായിട്ട് താതാമ്യപ്പെട്ട് തന്നെയാണ് എക്സാം എഴുതുന്നത്. യൂണിറ്റ് മോഡൽ എഴുതുമ്പോഴാണ് ഇവർ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിനും എത്രത്തോളം വെയിറ്റേജ് വരെ ആകാം, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം, ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഏത് ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഇന്റർ കണക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഓൾ യൂണിറ്റ് എക്സാംസ്. മാത്രമല്ല നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം വിജിലന്റ്. അപ്പോൾ നാഷണൽ ലെവലിൽ ഏത് മാറ്റം വന്നാലും അത് ഉൾക്കൊണ്ട് വിതിൻ സെക്കൻഡ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് ബ്രില്യൻ്റ്. അപ്പൊ അതുകൊണ്ട് എല്ലാം നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, ഇനി ഏതൊക്കെ രീതിയിൽ വരാൻ പറ്റും. അപ്പം ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ അത് എല്ലാ ടൈപ്പും നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ, മെട്രിക്സ് മാച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ബ്രില്യന്റിന്റെ എക്സാം എഴുതി പെടുക എന്ന് പറയുന്നത് അതായത് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്തതിന് തുല്യ. ഇനി 2-3 ക്വസ്റ്റ്യൻസോ 10 ക്വസ്റ്റ്യൻസോ തെറ്റിപ്പോട്ടെ, ഒരു കുഴപ്പമില്ല. ചെയ്ത് പഠിച്ചാൽ മതി. കാരണം പിന്നീട് ആ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ അതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ വരാം. അതേ കൺസെപ്റ്റിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഡിജിറ്റ്സ് മാത്രമേ മാറി വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം അതുപോലെയാണ് വന്നിട്ടുള്ളത്. ബ്രില്യന്റിൽ 4 ആണെങ്കിൽ 5 വരാം, അതല്ലാതെ ആ ഡിജിറ്റ്സിന്റെ ഡിഫറൻസ് അല്ലാതെ ഒന്നും മാറി വന്നിട്ടില്ല എന്ന് തന്നെയാണ് കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. അത് ആ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും അത് എഴുതാൻ പ്രാപ്തരാകും. മാത്രമല്ല മിസ്സേ, ഒരു 118-120 എക്സാം എഴുതുമ്പോൾ തന്നെ എൻ്റെ സിലബസ് എത്ര തവണ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അത്രയും കവർ ചെയ്ത് പോയപ്പം ഇവര് കാണാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല, അവര് കാണാത്തൊരു പാറ്റേൺ ഇല്ല. അതാണ് കുട്ടികളെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ എക്സാം എഴുതാനായിട്ട് സഹായിക്കുന്നത്. തീർച്ചയായിട്ടും സർ, ഇവര് കാണാത്തൊരു ക്വസ്റ്റൻ ഇല്ല എന്ന് പറയുമ്പോൾ നീറ്റ് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റൻ പോലും ഇവരുടെ കയ്യിൽ ഇല്ലാത്തതില്ല. സർ, ഓൾ യൂണിറ്റ് എക്സാം എന്ന് പറയുമ്പോൾ പോലും ഈ ഓൾ യൂണിറ്റ് എക്സാമിനേഷനെയും നമ്മൾ 3 കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. ഓൾ യൂണിറ്റ് പ്ലെയിൻ എക്സാം ഉണ്ട്, പിന്നെ ഓൾ യൂണിറ്റ് നമ്മുടെ നീറ്റ് മോഡൽ എക്സാം ഉണ്ട്, പിന്നെ റിഹേഴ്സൽ മോഡൽ എക്സാംസ് ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഗ്രൂപ്പ് 1-ന് മാർച്ച് 23-ാം തീയതി മുതൽ ഓൾ യൂണിറ്റ് എക്സാം ആരംഭിക്കും. അപ്പം മാർച്ച് 23 മുതൽ 30 വരെയുള്ള 3 ദിവസങ്ങളിൽ, അതായത് 23-ാം തീയതി എക്സാം ഉണ്ട്, 26-ാം തീയതി എക്സാം ഉണ്ട്, 30-ാം തീയതി എക്സാം ഉണ്ട്. അത് ഗ്രൂപ്പ് 1-ന് അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് 2-ന് എക്സാം വരുന്നത് 24-ാം തീയതിയും 27-ാം തീയതിയും 30-ാം തീയതിയുമാണ്. മാർച്ച് മാസത്തിൽ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഡേയ്സിൽ എക്സാം ഇല്ല, അവർക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഗ്രൂപ്പ് 1-നും 2-നും എക്സാം വരിക. അതാണ് ടീച്ചർ ഉദ്ദേശിച്ച പ്ലെയിൻ മോഡലായിട്ട് എക്സാം പോവുക. പിന്നീട് 2ാം ഘട്ട നീറ്റ് ഓൾ യൂണിറ്റിൽ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് അതെല്ലാവർക്കും കോമൺ ആയിട്ടാണ് വരിക. അപ്പൊ ഗ്രൂപ്പ് 1-ഉം 2-ഉം കൂടെ അവിടെ ക്ലബ് ചെയ്യപ്പെടുക. ക്ലബ് ചെയ്യപ്പെട്ടിട്ട് 2-ാം തീയതി ഏപ്രിൽ 2-ാം തീയതി മുതൽ ഏപ്രിൽ 2, 6, 8, 10, 13, 15, 17, 19, 22, 24 തീയതികളിൽ നമ്മൾ നീറ്റ് മോഡൽ എക്സാം ആണ് നടക്കുക. അത് ഓൾ യൂണിറ്റ് എക്സാം ആണ്. അതെ സർ. പിന്നെ റിഹേഴ്സൽ മോഡൽ തുടങ്ങുന്നത് ഏപ്രിൽ 27-ാം തീയതി തുടങ്ങുന്നു. 27 ഉണ്ട്, 28 ഉണ്ട്, 29 ഉണ്ട്. അതെ അതെ, 30-ാം തീയതി ഉണ്ട്, 1-ാം തീയതി ഉണ്ട്, 2-ാം തീയതി ഉണ്ട്, 3-ാം തീയതി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 27-ാം തീയതി മുതൽ മെയ് 3-ാം തീയതി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും കണ്ടിന്യൂസ് മോഡൽ എക്സാമുകളാണ്. കണ്ടിന്യൂസ് മോഡൽ എക്സാം അത് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ സാർ, ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റിഹേഴ്സൽ മോഡൽ എക്സാം വരെ
നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നോർമൽ പരീക്ഷ 3 മണിക്കൂർ 20 മിനിറ്റ് ആണ്. പക്ഷെ നമ്മള് കുട്ടികളെ കുറച്ചുകൂടെ ഒന്ന് വേഗത്തിൽ എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റിഹേഴ്സൽ മോഡൽ എക്സാം വരെ 3 മണിക്കൂറാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. 3 മണിക്കൂറാണ് അവർക്ക് ആ പരീക്ഷ എഴുതാനുള്ള സമയം നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. ആ സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത അവർക്ക് റിഹേഴ്സൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മള് 3 മണിക്കൂർ 20 മിനിറ്റ്. അപ്പൊ 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടും അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല കുറച്ച് സമയം കൂടെ അവർക്ക് ലാഭം കിട്ടും. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല് അവർക്ക് ഇച്ചിരി ഒന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് കൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ വരുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ റിഹേഴ്സൽ ടെസ്റ്റ് നോക്കിയേ, നമ്മുടെ ഓൾ യൂണിറ്റിന്റെ തന്നെ 3ാം ഘട്ടം. ആ 3ാം ഘട്ടം ഏപ്രിൽ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും 27, 28, 29, 30, മെയ് 1, 2, 3 ഈ ദിവസങ്ങളിലെല്ലാം റിഹേഴ്സൽ ടെസ്റ്റ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് ആ നീറ്റിന്റെ പാറ്റേണിൽ തന്നെ എല്ലാം അതേ പാറ്റേണിൽ ഇൻവിജിലേറ്റർ ഉൾപ്പെടെ എല്ലാം നീറ്റിന്റെ ഡ്രസ് കോഡ് ഉൾപ്പെടെ ഉള്ള രീതിയിൽ നമ്മളത് ചെയ്ത് കൃത്യമായിട്ട് കുട്ടികളെ മനസ്സിലാക്കി. മാത്രമല്ല സർ, ഓരോ പരീക്ഷയ്ക്കും മുന്നേ ഇവർക്ക് ഇ ലേണിംഗ് ആപ്പിലെ പ്രിപ്പറേറ്ററി മോഡൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കൂ, ഒരു പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് അതിന് തൊട്ട് മുൻപ് ഇ ലേണിംഗ് ആപ്പിൽ അതിന്റെ പ്രിപ്പറേറ്ററി മോഡൽ അറ്റൻഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് എടുത്ത് സെൽഫ് പ്രാക്ടീസ് എടുത്ത് സെൽഫായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് മോഡൽ എക്സാമിനും കൂടെ വരുന്നത്. മാത്രമല്ല കിട്ടുന്നതിന്റെ എണ്ണം കൂടുതലാണ്. അത് മാത്രമല്ല, അത് കൂടാതെ കുട്ടികൾക്ക് തന്നെ സെൽഫായിട്ട് എക്സാം ക്രിയേറ്റ് ചെയ്യാം. അത് ഇ ലേണിംഗ് ആപ്പിന്റെ പ്രത്യേകതയാണ്. ഇ ലേണിംഗ് ആപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെ എന്തുമാത്രം വ്യത്യസ്തമായ കാര്യങ്ങളാണ്. വീഡിയോ ക്ലാസ്സുകള്, വീഡിയോ ലെസൺസ്. മാത്രമല്ല ഈ ക്ലാസ്സുകൾ നമ്മൾ എക്സാം നടത്തിയാൽ കൃത്യമായിട്ട് അതിന്റെ റിസൾട്ട് അനാലിസിസുകളുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാരണം വെറുതെ ഒന്ന് എക്സാം നടത്തിയിട്ട് നമ്മൾ പോവല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് അതിന്റെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടികൾക്ക് 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് ക്ലാസ്സിൽ പബ്ലിഷ് ചെയ്യുക. അത് കൃത്യമായിട്ട് അതിന്റെ വാല്യുവേഷൻ നടക്കുന്നു. ക്ലാസ്സിൽ കുട്ടികളുടെ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ വന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. ഗോൾഡ് മെഡലാണ് 1ാം സമ്മാനം വരുന്നത്, ഗോൾഡ് മെഡലാണ്. പിന്നെ നിരവധി അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാഷ് പ്രൈസുകളുണ്ട്, ബുക്സ്, കാരണം ബുക്സുകൾ നമ്മൾ സമ്മാനം നൽകുന്നുണ്ട്. ആ സമ്മാനങ്ങളെല്ലാം ക്ലാസ്സിൽ കൊടുക്കുന്ന തന്നെ കുട്ടികളുടെ കോൺഫിഡൻസ് വാനോളം ഉയർത്തുന്ന രീതിയിൽ. അപ്പോൾ അത് അന്നന്ന് അത് മാത്രമല്ല, പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടാവും. പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ മോഡൽ എക്സാമിന്റെയും ദിവസം വൈകിട്ട് 7 മണിക്ക് അതത് ഡയറക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ ഓരോ സെന്ററിലെയും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് പേരൻസിന്റെ ഡൗട്ടും എല്ലാം ക്ലിയർ ചെയ്ത് കൃത്യമായിട്ട് സുതാര്യമായിട്ടാണ് നമ്മൾ മീറ്റിങ്ങുകളെല്ലാം നടത്തി കൃത്യമായിട്ടാണ് പോകുന്നത്. മാത്രമല്ല സാർ, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ അവരുടെ സ്ഥാനം എവിടെയാണ്, അവര് എന്താണ്. അപ്പോൾ എനിക്കിപ്പോ ഇന്ന മെഡിക്കൽ കോളേജിൽ ഇന്ന റാങ്കാണ് വേണ്ടതെന്നുള്ള ഒരു കുട്ടിക്ക് ഞാൻ അവിടെ വരെ എത്തിയിട്ടുണ്ടോ, ഇനി ഞാൻ എത്ര എഫേർട്ട് ഇടണം, ഇനി എത്രയും കൂടെ ഇട്ടാൽ അവിടെ എത്താമെന്ന് ഈ ഒരു ഇവാലുവേഷൻ റിസൾട്ട് അനാലിസിസ് വഴി അറിയാൻ പറ്റും. സെൽഫ് അവയർനെസ് ടൂൾ ആണ് ബ്രില്യന്റ് എക്സാം. അത് മാത്രമല്ല, ഇനി ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാല് അതിന് നമ്മൾ ഡീറ്റെയിൽഡ് ഹിന്റോട് കൂടിയാണ് കുട്ടികൾക്ക് അതിന്റെ ആൻസർ കീ അന്നേരം തന്നെ കൊടുക്കുന്നുണ്ട്. ശേഷം വീഡിയോ സൊല്യൂഷൻ വരിക ഡീറ്റെയിൽ, അതായത് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് അതിന്റെ വീഡിയോ റെക്കോർഡഡ് സൊല്യൂഷൻസ് ഈ ലേണിംഗ് ആപ്പിൽ പ്രൊഫൈൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ അത് ആക്റ്റീവ് ആക്കുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഒരു കറക്ഷൻ വന്നുപോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ലേണിംഗ് ആപ്പിന്റെ വീഡിയോ സൊല്യൂഷൻ വിരൽത്തുമ്പിൽ അതിന് ആൻസർ ഉണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ നമ്മളിപ്പോ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ലേണിംഗ് ആപ്പ് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരുപക്ഷെ ടെക്നോളജിക്കലി, പിന്നെ സയന്റിഫിക്കലി, പ്രൊഫഷണലി എല്ലാം നമ്മള് കോമ്പീറ്റന്റ് ആണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും അങ്ങനെയാണ്. അതെ, തീർച്ചയായിട്ടും അത് തന്നെ. ടെക്നിക്കലി സ്കിൽഡ് ആണ്, പ്രൊഫഷണലി കോമ്പീറ്റന്റ് ആണ് വിദ്യാർത്ഥികളും. അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ കോൺഫിഡൻസോടെ കുട്ടികൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. ബ്രില്യന്റിൽ വന്ന കുട്ടികളെല്ലാം തന്നെ നമ്മൾ പറയുന്ന കേട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറാണ്. അപ്പൊ അവരും നമ്മളും കൂടെ ചേരുമ്പോ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഈ വർഷവും പൊളിക്കും. ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് ഇത് നിർത്തിയാലോ? അപ്പൊ കേട്ടല്ലോ, ഞങ്ങള് ബ്രില്യന്റ് ഫാമിലി നിങ്ങളോടൊപ്പം. അപ്പോ മക്കളെ, നാളെ നമ്മൾ തുടങ്ങുക ഫസ്റ്റ് യൂണിറ്റ് എക്സാം എഴുതിക്കൊണ്ട്. അപ്പോ എല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോടെ എക്സാം എഴുതുക. ഞങ്ങൾ എൻ്റെ ടീം ബ്രില്യന്റ് നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവിധ ആശംസകളും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.